ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം 2022 വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ നാഷണൽ അവാർഡ് പ്രഖ്യാപനത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2022 ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ മലയാളത്തിൽ ചെയ്ത നടനാര് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി മലയാളികൾക്ക് മറുപടിയുണ്ട്. അത് മറ്റാരുമല്ല, അത് മലയാളത്തിൻ്റെ മമ്മൂട്ടി തന്നെയാണ്. 2022 മമ്മൂട്ടിയുടേതായി പുറത്തു വന്ന മികച്ച ചിത്രങ്ങളാണ് നൻപകൽ നേരത്തു മയക്കം, റോഷാക്ക്, പുഴു എന്നീ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളാണ് ദേശീയ അവാർഡിനായി പരിഗണിക്കപ്പെടുന്നത്. ഇതിനോടകം ഈ ചിത്രങ്ങൾക്ക് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ ഈ സിനിമകൾക്ക് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിക്കുമോ എന്നാണ് മമ്മൂട്ടിയുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ എതിരാളിയായി മത്സരിക്കുന്നത് കന്നഡ ചിത്രമായ കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടി എന്ന കന്നഡ നടനാണ്. ഈ 3 ചിത്രങ്ങളിലെ വ്യത്യസ്തമായ അഭിനയത്തിന് മമ്മൂട്ടിയുടെ കൂടെ താരതമ്യം ചെയ്യാൻ ഈ ഋഷഭ് ഷെട്ടിയുടെ സിനിമയ്ക്ക് കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ വർഗീയ കോമരങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ദേശീയ അവാർഡ് സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനു മുമ്പ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് 3 തവണ ലഭിച്ചിട്ടുണ്ട്. അതിൽ അവസാനമായി ലഭിച്ചത് 1998 ദാദാ സാഹിബ് അംബേദ്കർ എന്ന മൂവിക്കാണ്. അന്ന് മമ്മൂട്ടിയുടെ കൂടെ മത്സര രംഗത്തുണ്ടായിരുന്നത് ഹിന്ദിയിലെ അജയ് ദേവ്ഗൺ എന്ന നടനാണ്. അദ്ദേഹത്തിനും മമ്മൂട്ടിയുടെ കൂടെ മത്സരിക്കാൻ യോഗ്യത ഉണ്ടായിരുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അന്നും ഇന്ത്യ ഭരിച്ചിരുന്നത് BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കൂടെ അദ്ദേഹത്തിനും അവാർഡ് നൽകുകയുണ്ടായി. എന്തായാലും ഈ തവണ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.